കേരളത്തിൽ ഒരു ദിവസം എത്ര അപകടങ്ങൾ നടക്കുന്നുണ്ട്? എത്ര പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്? ഇനി ജീവൻ നഷ്ടമായില്ലെങ്കിലും വലിയ പരിക്കുകൾ, സാരമായ അംഗഭംഗം വന്നവർ എത്ര പേരാണ്? എന്താകും ഇതിനൊക്കെ കാരണം? NH-66 കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലാണ് തിരുവനന്തപുരത്ത് അപകടങ്ങളിലേറെയും നടക്കുന്നത്. ഏതാനും ആഴ്ചകൾക്കിടെ സംഭവിച്ചത് 10-ലേറെ അപകടമരണം. അശാസ്ത്രീയമായ ജംഗ്ഷൻ ക്രമീകരണവും തെരുവുവിളക്കില്ലാത്തതും അപകട കാരണങ്ങളായി വിലയിരുത്തുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് വന്നാൽ ജില്ലാ അതിർത്തിയിൽ MC റോഡിലെ കുളക്കട പുത്തൂർമുക്ക് മുതൽ ഏനാത്ത് പാലം വരെയുള്ള ഭാഗം ബ്ലാക്ക് സ്പോട്ടാണ്. ഈ വർഷം പത്തനംതിട്ട ഭാഗത്ത് 64 അപകടങ്ങൾ, 6 മരണം. കൊല്ലം ഭാഗത്ത് 2 മരണവും. വലിയ വളവും വേഗനിയന്ത്രണ സംവിധാനങ്ങളില്ലാത്തതും അപകട കാരണങ്ങളാണ്. ആലപ്പുഴയിലേക്ക് വന്നാൽ ദേശീയപാത 66 അരൂർ ബൈപ്പാസ് മുതൽ കുത്തിയതോട് വരെ ഈ വർഷം 35 അപകടങ്ങൾ, 9 മരണം. റോഡിന്റെ വീതി കുറഞ്ഞു, വെള്ളക്കെട്ടും കുഴികളും ഇതൊക്കെയാണ് അപകട കാരണങ്ങൾ. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാന നിർമ്മിക്കാൻ നടപടി തുടങ്ങിയെങ്കിലും ശുദ്ധജല പൈപ്പ് പൊട്ടുമെന്നതിനാൽ അത് വേണ്ടെന്ന് വച്ച് ഒഴിവാക്കി. കോട്ടയത്തേക്ക് വന്നാൽ MC റോഡിൽ ഈ വർഷം നടന്നത് 50 അപകടങ്ങൾ. ഡിവൈഡർ കാണാനാകാത്തതും മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും പ്രധാനപ്പെട്ട അപകട കാരണമാണ്. ഇടുക്കിയിലേക്ക് വന്നാൽ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മുട്ടം ശങ്കരപ്പള്ളി. മഴക്കാലത്ത് ഒരു വാഹനമെങ്കിലും ഓരോ ദിവസവും അപകടത്തിൽപ്പെടുന്നുണ്ട്. റോഡിൽ ടാറിന്റെ അംശം കൂടിയതും ശുദ്ധജല പൈപ്പ് സ്ഥാപിക്കാൻ റോഡിന്റെ പകുതിയോളം പൊളിച്ചിട്ടിരിക്കുന്നതും പ്രധാനപ്പെട്ട അപകട കാരണങ്ങളാണ്. എറണാകുളത്ത് MC റോഡിൽ തൃക്കളത്തൂർ സൊസൈറ്റിപ്പടി പേഴയ്ക്കാപ്പള്ളി ഒരു വർഷത്തിനിടെ 27 മരണം. മൂവാറ്റുപുഴ തേനി റോഡിൽ ഒരു വർഷത്തിനിടെ 8 മരണവും സംഭവിച്ചു. ഇവിടെയെല്ലാം പ്രശ്നം അമിതവേഗവും മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതും. അമിതവേഗം അപകടത്തിന് കാരണമാണ്. ഇതിനൊപ്പം തന്നെ ഡ്രൈവർക്കുണ്ടാകുന്ന ക്ഷീണം. ആവശ്യമെങ്കിൽ വണ്ടി നിർത്തി വിശ്രമിക്കാൻ സമയം കണ്ടെത്തിയേ മതിയാകൂ. അതിനൊപ്പമാണ് ലഹരി ഉപയോഗം. രാസലഹരിയും മദ്യവുമൊക്കെ നമ്മുടെ വേഗത്തിന്റെ ത്രില്ലിലാക്കും. പക്ഷേ അത് നഷ്ടപ്പെടുത്തുന്നത് എത്ര ജീവനുകളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയാവൂ. അതുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാം. ശുഭയാത്രയാകണം ലക്ഷ്യം. തൃശൂർ ദേശീയപാതയിൽ തൃശൂർ എറണാകുളം ജില്ലാ അതിർത്തിക്ക് സമീപം പെരുമ്പി 2 മാസത്തിനിടെ 15 അപകടങ്ങൾ, ഒരു വർഷത്തിനിടെ 10-ലേറെ മരണം. റോഡിൽ ടാറിങ്ങിലെ അശാസ്ത്രീയതയാണ് പ്രധാന പ്രശ്നം. റോഡിൽ ടാർ മുഴച്ചു നിൽക്കുന്നുണ്ട്. മഴയത്ത് വാഹനങ്ങൾ തെന്നിപ്പാളുന്നതും അപകട കാരണമാകുന്നുണ്ട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാടം കഴിഞ്ഞ ദിവസം 4 വിദ്യാർത്ഥിനികൾ മരിച്ചതുൾപ്പെടെ 5 വർഷത്തിനിടെ 49 അപകടങ്ങളിലായി 14 മരണം. 83 പേർക്കാണ് ഗുരുതര പരിക്ക് സംഭവിച്ചത്. റോഡിലെ വളവ്, വലിയ ഇറക്കം, കയറ്റം, അമിത വേഗം ഇവയാണ് അപകട കാരണങ്ങളായി വിലയിരുത്തുന്നത്. റോഡിന് വീതി കൂട്ടി, പക്ഷേ റോഡിന്റെ സുരക്ഷ ഇപ്പോഴും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. സേലം കൊച്ചി ദേശീയപാതയിൽ വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്ത് 5 വർഷത്തിനിടെ 31 അപകടങ്ങളിലായി 12 പേർ മരിച്ചു. 49 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവിടെയും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പ്രധാന വില്ലനാണ്. വെളിച്ചക്കുറവുണ്ട്, മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ല. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഈ വർഷം 26 അപകടങ്ങളുണ്ടായി, 2 മരണം. ഇവിടെയും വില്ലനായത് അമിതവേഗവും വാഹനങ്ങളുടെ തിരക്കുമാണ്. കോഴിക്കോട് മീഞ്ചന്ത രാമനാട്ടുകര സംസ്ഥാന പാതയിൽ ഇക്കൊല്ലം സംഭവിച്ചത് 5 അപകട മരണം. വയനാട്ടിലേക്ക് വന്നാൽ കോഴിക്കോട് കൊല്ലകൾ ദേശീയപാത 766 5 അപകടവും 1 മരണവും സംഭവിച്ചു. അപകട കാരണമായത് അമിതവേഗവും ശ്രദ്ധയില്ലായ്മയും. കണ്ണൂരിൽ തലശ്ശേരി മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ ജംഗ്ഷൻ 6 മാസത്തിനിടെ 10-ലേറെ അപകടങ്ങൾ, 3 മരണം. കാസർഗോഡ് ചെർക്കള ജാൽസൂർ സംസ്ഥാനാന്തര പാതയിലെ കോട്ടൂർ വളവ് ഒരു വർഷത്തിനിടെ 15 അപകടമാണ് സംഭവിച്ചത്, 4 മരണവും. വളവോടുകൂടിയ വലിയ ഇറക്കമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അപകട കാരണം. വളവിന്റെ വീതി കൂട്ടാനും അലൈൻമെന്റിൽ മാറ്റം വരുത്താനും റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇതുവരെ നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. റോഡുകളുടെ നിലവാരം ഉയർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. പലയിടത്തും
ടാറിങ്ങിൽ പോലും മോശം അവസ്ഥയുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കാനാകണം. റോഡിൽ രൂപപ്പെടുന്ന കുഴി, അവിടെ വെള്ളം നിറയുന്ന അവസരം, അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ റോഡിൽ നിന്ന് വാഹനങ്ങൾ തെന്നിമാറുന്ന അവസ്ഥ, ഇതെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് വിദഗ്ധർ തന്നെ പറയുമ്പോൾ നമ്മുടെ റോഡുകളിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നിർത്തേണ്ടത്, അത് ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. NTV UAE to the world.